എന്തോ കുഴപ്പമില്ല ഏട്ടാ. ലച്ചു എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. ചായക്കകത്ത് എന്തോരം മധുരമാ, പായസത്തിൽ കാണത്തില്ലല്ലോ ഇത്ര മധുരം. എന്താ പറ്റിയത്? എന്തുവാണ് നിന്റെ പ്രശ്നം? ഇനി ഇതുപോലത്തെ തമാശ എങ്ങനെ എടുത്തോണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാ നല്ല സാമ്പാറ്, അവിയൽ. വേണ്ട വേണ്ട പറഞ്ഞ മനസ്സിലാകത്തില്ല എനിക്ക്. എപ്പോഴും ലച്ചുവിന്റെ ദേഷ്യം മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. എന്തായാലും ഇപ്പൊ സിദ്ധു അളിയൻ ഒന്ന് കലിപ്പിലായിട്ടുണ്ട്. അത് കിട്ടില്ലായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അങ്ങനെ സിദ്ധുവിന്റെ ദേഷ്യം അങ്ങനെ അധികം എപ്പിസോഡിലൊന്നും വന്നിട്ടില്ല. കാരണം ലച്ചു എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, സിദ്ധുവിനെ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അങ്ങനെ ലച്ചുവിന്റെ ലച്ചുവിന്റെ മൂഡ് സ്വിങ്സും പരിപാടികളും അല്ലെ പോസിറ്റീവ്നെസ് പരിപാടികളും അങ്ങനെ കുറച്ച് സിദ്ധുവിനെ കുറെ ടോർച്ചർ ചെയ്ത പരിപാടി. സിദ്ധു ആദ്യമായിട്ടാണ് ഒന്ന് കലിപ്പിലായി കാണുന്നത്. അത് ഒരു നൈസ് പരിപാടി തന്നെയാണ്. അളിയനോട് ഫയർ എന്നൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. എന്തായാലും കേശുവിന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് സിദ്ധുവിൻ്റെ. കേശുവിന് മാത്രമല്ല എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവസാനം നമ്മുടെ ആൻറ്റി വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്കും കിട്ടുന്നുണ്ട്. അവർക്ക് രണ്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സിദ്ധുവിൻ്റെ ഒരു മൊത്തത്തിലൊരു ദേഷ്യം പരിപാടി തന്നെയാണ് ആ എപ്പിസോഡിനകത്ത് പിടിച്ചിട്ടുള്ള നൈസ് പരിപാടിയായിട്ട് തന്നെയാണ് തോന്നിയത്. എപ്പിസോഡുകൾ ഒന്ന് മികച്ചതായിട്ടാണ്. പുതിയ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ് കുറേ കൂടെ നല്ല രീതിയിൽ ബെറ്ററായി വരുന്നുണ്ട്. ഓരോ എപ്പിസോഡിലും സ്റ്റഫ് ഉണ്ട്. ചുമ്മാ അവർ തട്ടിക്കൂട്ടി